ഇപ്പോൾ കോൺഗ്രസ് വീട് വീടാന്തരം കയറി പറയുന്ന ചില കള്ളപ്രചരണങ്ങൾ SDPI ഞങ്ങൾക്ക് രഹസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വോട്ട് കോൺഗ്രസിന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. SDPIയുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ക്യാമ്പയിൻ നടത്തുമ്പോൾ വീടുകളിൽ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കോൺഗ്രസിന് രഹസ്യ പിന്തുണ നൽകുന്നുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ ഹൗസ് ക്യാമ്പയിനുമായി വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനെക്കുറിച്ച് കൃഷ്ണൻ എരഞ്ഞിക്കൽ SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലത്തിൽ കള്ളപ്രചരണം നടത്തുന്നു, തെരഞ്ഞെടുപ്പ് വേളയിൽ കള്ളപ്രചരണങ്ങൾ നടത്തി വോട്ടുറപ്പിക്കുക എന്ന ഹീനതന്ത്രമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തുന്നത്. ഹൗസ് ക്യാമ്പയിനുകളിൽ SDPI കോൺഗ്രസിന് രഹസ്യ പിന്തുണ നൽകുന്നുണ്ട് എന്നും വോട്ട് ചെയ്യണമെന്നുമുള്ള ക്യാമ്പയിൻ വ്യാപകമായി വീടുകളിൽ പ്രചരിപ്പിക്കുന്നതായി ഇത്തരത്തിൽ സന്ദേശമെത്തിയ പല വീടുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. പിതൃശൂന്യ പ്രചരണം നടത്തി വോട്ട് നേടുക എന്ന തന്ത്രമാണ് ഇവരുടെ ലക്ഷ്യം. പരാജയ ഭീതി ബാധിച്ചതിലാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. SDPI മത്സരരംഗത്തുണ്ട്, നിലമ്പൂരിൻ്റെ രാഷ്ട്രീയവും വികസനവും ചർച്ചയാക്കി ജനകീയ പിന്തുണയോടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ എരഞ്ഞിക്കലിൻ്റെ ആ ഒരു പോസ്റ്റർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. SDPI ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ആദ്യം പറഞ്ഞു ഇവരുടെ നാമനിർദ്ദേശ പത്രിക SDPIയോട് തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടുള്ളൊരു വാർത്ത. ആളുകൾ കരുതി തള്ളിയോ? ഇല്ല, അതങ്ങനെ വാർത്ത കൊടുത്തൊരു സാഹചര്യം പോലും ഉണ്ടായി. അതിനുശേഷം നമുക്കറിയാം മൂത്തേടത്ത് കാരപ്പുറത്ത് അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടൊരു സാഹചര്യം. മാത്രമല്ല ഇപ്പോൾ അതായത് SDPI ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളോട് മറുപടി ഇല്ലാതെ വരുമ്പോൾ, കാരണം SDPI ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ദിനം പ്രതി നമ്മുടെ ചാനലിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനോട് മറുപടി ഇല്ലാതെ വരുമ്പോൾ SDPI രഹസ്യമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ട്, അതായത് വോട്ടർമാരുടെ മനസ്സിനെ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ മുതിർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് SDPIയുടെ ആളുകൾ ഹൗസ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ ഇതാര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് വന്ന ഇവരുടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയത്തെക്കുറിച്ച് അറിയാം, അതുകൊണ്ടാണ് ഞങ്ങളത് ചോദിച്ചത്, അപ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ ഇങ്ങനെയാണ് എന്ന് പല വീടുകളിൽ നിന്നും അറിവാകുകയാണ്. അത് ശരിയല്ല. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ കൃഷ്ണൻ എരഞ്ഞിക്കൽ പറഞ്ഞതുപോലെ പിതൃശൂന്യ നടപടിയാണ് അത്. കള്ളപ്രചരണങ്ങൾ നടത്തി വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ ജനാധിപത്യ പ്രക്രിയയിൽ. ആശയങ്ങളെ കൃത്യമായി അതിന് മറുപടി പറയണം. SDPI ഉന്നയിച്ച ആശയങ്ങൾ എന്താണ്? ഈ നിലമ്പൂരിൻ്റെ വിഷയങ്ങളാണ്. കാരണം ഈ നിലമ്പൂരിൽ ഉരുളുപൊട്ടലുണ്ടായപ്പോൾ, മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയ SDPIയുടെ ആളുകൾ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവർ എല്ലാം നഷ്ടപ്പെട്ട അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്, നമ്മളെ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ചാനലിലൂടെ ഇത് ഓരോ വിഷയങ്ങൾ വരുന്നത് വളരെ നിലമ്പൂരിൻ്റെ പ്രയാസകരമായൊരവസ്ഥയെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് നിങ്ങൾ SDPI നിങ്ങളുടെ ചാനലിലൂടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ. മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ SDPIയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ മണ്ഡലത്തിലെ ആളുകളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ വിഷയങ്ങളെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുന്നത്. ഇവിടെ SDPI മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ബലൂൺ ചിഹ്നത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ SDPIയുടെ സ്ഥാനാർത്ഥിയായി, അതായത് നിലമ്പൂർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് ഹൗസ് ക്യാമ്പയിൻ നടത്തി പ്രചരണം നടത്തി എല്ലാ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് മറുപടി ഇല്ലാതെ വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ പല നാടകങ്ങളും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അവർക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് വാഹനം പരിശോധിച്ചത് പറയുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുന്നു. ഇവിടെ വ്യക്തിഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയോ വർഗീയപരമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയല്ല. നേരെ മറിച്ച് നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ബൈപ്പാസ് മുതൽ സ്റ്റാൻഡ് മുതൽ
അതേപോലെ തന്നെ വാഹന തടസ്സം മുതൽ, ഗതാഗത പ്രശ്നം മുതൽ, വന്യമൃഗശല്യം മുതൽ, കോളേജ് ഇല്ലാത്തത് മുതൽ, ഇങ്ങനെ തുടങ്ങി മാറി മാറി ഭരിച്ച, അതേപോലെ തന്നെ പ്രതിപക്ഷത്തോട് മൗനമായി നിന്ന കോൺഗ്രസിൻ്റെ നിലപാടുകളെക്കുറിച്ചും ഈ സ്ഥാനാർത്ഥി എടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ കവളപ്പാറയും ചൂരൽമലയുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിലും പാവങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതും കടുവ പിടിച്ചതുമായ വിഷയങ്ങളെ എല്ലാം സത്യസന്ധമായി ഈ നാട്ടിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് ചെന്നുകൊണ്ട് ജനങ്ങളടുത്തേക്ക് ധൈര്യമായി ചെല്ലാൻ SDP ആകുന്നുണ്ട്. SDP പ്രവർത്തനങ്ങളെ വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ മതത്തിൻ്റെ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കടന്നു ചെന്നുകൊണ്ട് കാര്യങ്ങൾ സംവദിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായ കാര്യം നിലനിൽക്കുമ്പോഴാണ് SDP ഞങ്ങൾക്ക് രഹസ്യ പിന്തുണ SDP നൽകുന്നുണ്ട് എന്ന കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ് ഇത്തരക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, അത് ശരിയല്ല. അതിനെക്കുറിച്ചാണ് SDP സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വളരെ ശക്തമായ രീതിയിൽ അതിനെ വിയോജിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്ററിട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ SDP മത്സരം എന്ന് പറയുന്നത്, SDP ഉന്നയിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് പലരെയും വിരളി പിടിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. അത് ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇലക്ഷൻ കഴിഞ്ഞാലും പറയും, ഇലക്ഷൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹർത്താൽ നടത്തിയ, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ നടത്തിയ ഒരു പാർട്ടി ഏതാണ്? അത് SDP ആണ്. കവളപ്പാറയിൽ ശക്തമായ സന്നദ്ധ പ്രവർത്തനം, അത് SDP ആണ്. ഇവിടെ ബൈപ്പാസിന് വേണ്ടി ശബ്ദിച്ച പാർട്ടി SDP ആണ്. ഇവിടെ പിന്നെ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, ഇവിടെ ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരങ്ങളും ഹർത്താലുകളും നടത്തിയ പാർട്ടി അത് SDP ആണ് എന്നുള്ളത് ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. ആ SDP ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ ആ സ്ഥാനാർത്ഥി ആ പാർട്ടിയുടെ നിലപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് യാതൊരുവിധ തടസ്സവും ഇല്ലാതിരിക്കുമ്പോൾ, ഇല്ല അവർ രഹസ്യ പിന്തുണ കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് എന്ന കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് അത് പിതൃശൂന്യ പ്രവൃത്തിയാണ്. അത് രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ സാമൂഹികപരമായ ഒരു ഉത്തരവാദിത്തത്തിനോ യോജിച്ചതല്ല എന്നുള്ളത്, അത് ആശയത്തെ നേരിടാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തേണ്ടി വരുന്ന ഗതികേടുണ്ടാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് SDP സ്ഥാനാർത്ഥിയുണ്ട്. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി. ബലൂണാണ് ചിഹ്നം. 4ാമതായിട്ടാണ് പോളിംഗ് മെഷീനിൽ ഉള്ളത്. SDP പ്രവർത്തനങ്ങളും SDP നിലപാടുകളും ഒക്കെ മനസ്സിലാക്കിയവർ SDP വേണ്ടി വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആശയം കൊണ്ട് നേരിടുക, കള്ളപ്രചരണങ്ങളല്ല വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.